ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പേപ്പർ 1 ഫണ്ടമെന്റൽസ് ഓഫ് ഫാർമക്കോളജിയിലെ യൂണിറ്റ് 1 ആണ്. അതിൽ നമ്മൾ ഫാർമസി എന്താണ്, ഫാർമസിസ്റ്റ് എന്താണ്, ഒരു ഫാർമസി അസിസ്റ്റന്റ് റോൾസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. അപ്പൊ ആദ്യമായി ഫാർമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് പറയുകയാണെങ്കിൽ സയൻസ് ആൻഡ് ടെക്നിക് ഓഫ് പ്രിപ്പയറിംഗ്, റിസർച്ചിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് മെഡിസിനൽ ഡ്രഗ്സ്. നമ്മളുടെ മെഡിസിൻ ആയിട്ടുള്ള ഡ്രഗ്സിന്റെ പ്രിപ്പറേഷൻ, അതുപോലെ റിസർച്ചിങ്, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഈ ഒരു സയൻസ് ആൻഡ് ടെക്നിക്കിനെയാണ് നമ്മൾ ഫാർമസി എന്ന് പറയുന്നത്. അപ്പൊ ഫാർമസി എന്നൊരു കരിയറിൽ നമ്മൾ എങ്ങനെയാണ് മെഡിസിൻസ് പ്രിപ്പയർ ചെയ്യുന്നത്, ഏതൊക്കെ ഡോസേജസിലാണ് പേഷ്യൻസിന് മെഡിസിൻസ് കൊടുക്കേണ്ടത്, എന്തിനു വേണ്ടി, അസുഖങ്ങൾ മാറാൻ വേണ്ടി ഏത് ഡോസിൽ പേഷ്യൻസിന് മരുന്നുകൾ നൽകണം, ഈ കാര്യങ്ങളൊക്കെയാണ് ഇത് ഫാർമസിയുടെ അണ്ടറിൽ വരുന്നത്. ഇനി ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആളൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണ്. ആളുടെ റെസ്പോൺസിബിലിറ്റി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാക്സിമം തെറാപ്യൂട്ടിക് ബെനിഫിറ്റ്, ഒരു മരുന്ന് കഴിക്കുന്നത് വഴി പേഷ്യന്റിന് മാക്സിമം എന്ത് വേണം? എഫക്റ്റ് കിട്ടണം. ആ ഒരു മെഡിസിനൽ ട്രീറ്റ്മെന്റ് കൊണ്ട് ആ ഒരു എഫക്റ്റ്, ആ ഒരു റിക്കവറി അത് എൻഷുർ ചെയ്യുകയാണ് ഫാർമസിസ്റ്റിന്റെ മെയിൻ റോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെറുതെ ഒരു മരുന്ന് എടുത്തു കൊടുക്കുകയോ വിൽക്കുകയോ വാങ്ങുകയോ മാത്രമല്ല ഒരു ഫാർമസിസ്റ്റിന്റെ ഡ്യൂട്ടി. പകരം ക്ലിനിക്കൽ ആൻഡ് ഡ്രഗ് റിസർച്ചിൽ ഫാർമസിസ്റ്റ് ഇൻവോൾവ്ഡ് ആണ്. അതുപോലെ ഇഞ്ചുറീസും ഇൽനെസ്സും ഡയഗ്നോസ് ചെയ്യുന്നതിലും ഫാർമസിസ്റ്റ് ഇൻവോൾവ്ഡ് ആണ്. ഇനി ഫാർമസി അസിസ്റ്റന്റും ഇതുപോലെ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണ്. പക്ഷേ അത് വർക്ക് ചെയ്യുന്നത് ഒരു ഫാർമസിസ്റ്റിന്റെ സൂപ്പർവിഷനിലായിരിക്കും ഒരു ഫാർമസി അസിസ്റ്റന്റ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു ഫാർമസിയുടെ എല്ലാ ഫങ്ഷൻസും സ്മൂത്ത് ആയി നടന്നു പോകുന്നതിന് ആ ഫാർമസിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഫാർമസി അസിസ്റ്റന്റിൻ്റെത്. അതുപോലെ തന്നെ ഒരുപാട് ടാസ്ക്, ഫാർമസി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരുപാട് ടാസ്ക് ഫാർമസി അസിസ്റ്റന്റിന്റെ റോളാണ്. ഇപ്പൊ മെഡിക്കേഷൻസ് ഡിസ്പെൻസിങ്, മരുന്നുകൾ കറക്റ്റ് ആയിട്ട് അടക്കി വെക്കുക, അതുപോലെ തന്നെ ഇൻവെന്ററി മാനേജ്മെന്റ്, സ്റ്റോക്ക് മാനേജ് ചെയ്യുക, ഇല്ലാത്ത മരുന്നുകളെ സ്റ്റോക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ, ഇൻവെന്ററീസ് എല്ലാം മാനേജ് ചെയ്യുന്നത്, പിന്നെ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്ക് വേണ്ടത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് ചെയ്യുന്നത്, ഇതെല്ലാം ഫാർമസി അസിസ്റ്റന്റിന്റെ റോളിൽ വരുന്നതാണ്. അതുപോലെ തന്നെ വെറും ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോറിലോ മാത്രമല്ല ഫാർമസി അസിസ്റ്റന്റ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. കമ്മ്യൂണിറ്റി ഫാർമസീസിലും ഹോസ്പിറ്റൽ ഫാർമസീസിലും ഇൻ കേസ് ഓഫ് റീറ്റെയിൽ ഫാർമസി ചെയിൻസിലും ഒക്കെ ഒരു ഫാർമസി അസിസ്റ്റന്റിന് വർക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫാർമസി അസിസ്റ്റന്റിന്റെ ഒരു മെയിൻ വർക്ക് ഏരിയ എന്താണെന്നാണ്. നമുക്കറിയാം, ഒരു നെവർ എൻഡിങ് ഡിമാൻഡിങ് ഏരിയ ആണ് ഫാർമസി എന്ന് പറയുന്നത്. ഫാർമസി പ്രൊഫഷൻ വളരെ ഡിമാൻഡുള്ള ഒരു പ്രൊഫഷൻ. അസിസ്റ്റന്റിനായിക്കോട്ടെ, ഫാർമസിസ്റ്റിനായിക്കോട്ടെ, കമ്മ്യൂണിറ്റി ഫാർമസി, ഹോസ്പിറ്റൽസ്, ലോങ് ടേം കെയർ ഫെസിലിറ്റീസ്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിലൊക്കെ അവർക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. മെയിൽ ഓർഡർ ഫാർമസി സെന്റേഴ്സിൽ, മെയിലിൽ ഓർഡർ ചെയ്തിട്ട് നമ്മൾ മരുന്നുകൾ മെയിൽ ചെയ്യുന്ന ഫാർമസി സെന്റേഴ്സിൽ, അതുപോലത്തെ ഓർഗനൈസേഷനിലും ഗവൺമെന്റ് ഏജൻസിയിലും ഒക്കെ ഫാർമസിസ്റ്റിന് വർക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ചൂസ് ചെയ്യുന്ന ഫീൽഡ് അല്ലെങ്കിൽ ആ ഒരു ഏരിയ അനുസരിച്ച് ഫാർമസി അസിസ്റ്റന്റിന് കിട്ടുന്ന റെമ്യൂണറേഷനിൽ ഡിഫറൻസ് ഉണ്ടാവും. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ, അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ, അവിടെ വരുന്ന വർക്ക് പ്ലേസ്, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നമ്മളുടെ എക്സ്പീരിയൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന റെമ്യൂണറേഷനിൽ ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിൽ ഇവർക്ക് വർക്ക് ചെയ്യാവുന്നതാണ്, പ്രാക്ടീസ് സെറ്റിംഗ്സിൽ വർക്ക് ചെയ്യാവുന്നതാണ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ വർക്ക് ചെയ്യാം, ഹോൾസെയിൽ ഫാർമസി സെക്ടേഴ്സിലൊക്കെ ഇവർക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നോക്കുന്നത് സ്കോപ്പ് ഓഫ് ഫാർമസി ഇൻ ഇന്ത്യ. ഒരു ഫാർമസ്യൂട്ടിക്കൽ സയൻസിന്റെ കരിയർ നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഏതൊക്കെ ഫീൽഡിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയയിലാണ് ആ സ്കോപ്പ് വരുന്നതെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഫസ്റ്റ് വൺ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അതായത് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ ഒരുപാട് റിസർച്ച് നടക്കുന്ന ഒരു ഏരിയ ആണ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്. അപ്പോൾ ഒരുപാട് റിസർച്ചിങ് ഫീൽഡ് അതിലുണ്ട്. അതുകൊണ്ട് തന്നെ റിസർച്ചേഴ്സിന് വളരെയധികം ഡിമാൻഡുള്ള ഒരു ഫീൽഡാണ് ഈ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. പുതിയ ഡ്രഗ്സിനെ കണ്ടുപിടിക്കുക, ആ ഒരു ഡ്രഗ്സിന്റെ ഡെവലപ്മെന്റിന്റെ പ്രോസസ്സ്, അത് ഫോർമുലേറ്റ് ചെയ്യുക, ക്ലിനിക്കൽ ട്രയൽസ് നടത്തുക, ടോക്സിക്കോളജിക്കൽ സ്റ്റഡീസ് നടത്തുക, ഇത്ര കാര്യങ്ങളൊക്കെയാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ മെയിൻ സ്കോപ്പ് വരുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അനാലിസിസ് ആൻഡ് ടെസ്റ്റിംഗ്. അതായത് നമ്മളൊരു മരുന്ന് ഉണ്ടാക്കുക മാത്രമല്ല ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ചെയ്യുന്നത്, അതിന്റെ ക്വാളിറ്റി എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം, ക്വാളിറ്റി കൺട്രോൾ ചെയ്യണം, ക്വാളിറ്റി അഷുറൻസ് ചെയ്യണം. അതാണ് QA&QC എന്ന് നമ്മൾ പറയുന്നത്. ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ.
അത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന മെഡിസിൻസിന്റെ അനാലിസിസ് ആൻഡ് ടെസ്റ്റിംഗ് ആണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്. നമ്മൾ മരുന്നുകൾ ഉണ്ടാക്കുക മാത്രമല്ല, നമ്മൾ അത് എന്ത് ചെയ്യണം, മാർക്കറ്റ് ചെയ്യണം, ഫാർമസ്യൂട്ടിക്കൽ സെയിൽസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇനി ഹോസ്പിറ്റൽസ് പറയുകയാണെങ്കിൽ ഫാർമസി ഗ്രാജുവേറ്റ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ഹോസ്പിറ്റൽസ് ഫാർമസിയിൽ ഉണ്ട്. അവർക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ട്. ഹോസ്പിറ്റൽ ഫാർമസിയിൽ അവർ ഫാർമസിസ്റ്റ് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. റെഗുലേറ്ററി ബോഡീസിലാണെങ്കിൽ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പോലുള്ള റെഗുലേറ്ററി ബോഡീസിൽ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കുറച്ച് ഏജൻസീസ് ഉണ്ട്. അവരുടെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നതിന് വേണ്ടി എന്തുണ്ട്, ഫാർമസിയുടെ ഒരു മെയിൻ സ്കോപ്പ് വരുന്നുണ്ട് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ.